വർഷം 1993. കാലിഫോർണിയയിലെ ഡെന്നീസ് റെസ്റ്റോറൻറ്റ്. അവിടുത്തെ സ്ഥിര സാന്നിധ്യമായിരുന്ന മൂവർ സംഘം കോഫി കുടിച്ചിരുന്നപ്പോൾ അന്നെടുത്ത ഒരു തീരുമാനം. 3 ദശാബ്ദത്തിനിപ്പുറം ലോകത്തെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയുടെ ജനനത്തിനായിരുന്നു ആ തീരുമാനം വഴിവെച്ചത്. എൻവിഡിയ. ടെക് ലോകത്തും ഗെയിമിംഗ് രംഗത്തും അല്ലാത്തവർ അത്രയ്ക്ക് അങ്ങ് കേൾക്കാത്ത ഒരു പേര്. AI ഡ്രിവനായ ഊതിയുറപ്പിച്ച ഒരു ബബിളാണ് എന്ന് ചില സാമ്പത്തിക വിദഗ്ധരെങ്കിലും വിശ്വസിക്കുന്ന എൻവിഡിയ കോർപ്പറേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും ബ്രാൻഡ് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ബ്രാൻഡ് സ്റ്റഡി എപ്പിസോഡ് 1. 90കളിലെ ആദ്യഘട്ടം. കമ്പ്യൂട്ടിംഗ് മേഖല പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. അന്നത്തെ CPU-കൾ ഒരു സമയം ഒരു ടാസ്ക് മാത്രം ചെയ്യുവാൻ കൽപ്പുള്ള ദുർബലമായവയായിരുന്നു. അക്കാലത്ത് അതിനെ വിളിച്ചിരുന്നത് സീരിയൽ പ്രോസസ്സിംഗ് എന്നായിരുന്നു. CPU-നൊപ്പം തന്നെ പാരലൽ പ്രോസസ്സിങ്ങിനായി ഒരു ചിപ്പ്. കോംപ്ലക്സ് ആയ ടാസ്കുകൾ ബ്രേക്ക് ചെയ്ത് ഒരേ സമയം മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുവാൻ കൽപ്പുള്ള ഒരു ചിപ്പ്. ജെൻസൺ ഹുവാങ്, ക്രിസ് മലച്ചൗസ്കി, കർട്ടിസ് പ്രൈം എന്നീ 3 എഞ്ചിനീയർമാർ 1993 കണ്ട സ്വപ്നം അതായിരുന്നു. മറ്റ് സ്റ്റാർട്ടപ്പുകളെപ്പോലെ കോളേജ് ഡ്രോപ്പ് ഔട്ടുകളുടെയോ സ്റ്റുഡൻസിൻ്റെ ആയിരുന്നില്ല ആ മൂവർ സംഘം. ജെൻസൺ ഹുവാങ് LSI ലോജിക്കിൻ്റെ ഡയറക്ടറും അതിനു മുമ്പ് AMDയിലെ മൈക്രോ പ്രോസസ്സർ ഡിസൈനർ എന്നീ തസ്തികകളിലിരുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു. മലച്ചോസ്കി ആകട്ടെ HP-യിലും സൺ മൈക്രോസിസ്റ്റം പോലുള്ള ടെക് ഭീമന്മാരുടെ എഞ്ചിനീയർ. കർട്ടിസ് പ്രൈം IBM-ലും സണ്ണിലും ഗ്രാഫിക് ചിപ്പ് ഡിസൈനറായിരുന്നു. അങ്ങനെ അവർ എൻവിഡിയ എന്ന കമ്പനി സ്റ്റാർട്ടാക്കുവാൻ തീരുമാനിച്ചു. എൻവി എന്നാൽ നെക്സ്റ്റ് വെർഷൻ എന്നും ഇൻവിഡിയ എന്നാൽ എൻവി അഥവാ അസൂയ എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദവും സംയോജിപ്പിച്ചുണ്ടാക്കിയ എൻവിഡിയ എന്ന പേരായിരുന്നു അവർ കണ്ടെത്തിയത്. എൻവിഡിയയുടെ ലോഗോ ശ്രദ്ധിച്ചവർക്കറിയാം, ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലാണ് എൻവിഡിയയുടെ ലോഗോ. മറ്റുള്ളവർക്ക് എൻവിഡിയയോട് തോന്നാവുന്ന അസൂയ, അതാണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു അവർ വിശേഷിപ്പിച്ചത്. അങ്ങനെ എൻവിഡിയ എന്ന ടെക് കമ്പനി ജന്മം കൊണ്ടിരിക്കുകയാണ്. ഇനി വേണ്ടത് സംരംഭക മൂലധനമാണ്. ഏതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കും അത് അത്ര എളുപ്പമായില്ല. എന്നാൽ എൻവിഡിയ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടിൻ്റെയോ വിദ്യാർത്ഥിയുടെ തലയിൽ ഉദിച്ച ഒരു ഭ്രാന്തൻ ചിന്തയായിരുന്നില്ല. ടെക് ഇൻഡസ്ട്രിയിൽ വളരെ സീസൺഡ് ആയിട്ടുള്ള മൂവർ സംഘത്തിൻ്റെ സ്റ്റാർട്ടപ്പായിരുന്നു. ജെൻസൺ ഹുവാങ്ങിൻ്റെ LSI ഡയറക്ടറായിരിക്കവെയുള്ള കണക്ഷൻസ് അദ്ദേഹത്തിന് ഉപകാരമായി വന്നു ഭവിക്കുന്നു. ഹുവാങ് LSI CEO ആയിട്ടുള്ള കൂടിക്കാഴ്ച വഴി സെക്വയ ക്യാപിറ്റൽസും സട്ടർ ഹിൽ വെഞ്ചേഴ്സും $20 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. ഒരു സ്റ്റാർട്ടപ്പിന്, അതും 90കളിൽ 20 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതെങ്ങനെ എന്ന് ആരും ചിന്തിച്ചു പോകും. അതിന് കാരണം ഒറ്റ പേരായിരുന്നു, ജെൻസൺ ഹുവാങ്. അന്ന് എൻവിഡിയയുടെ സിമിലർ ആംബിഷനായി ഏതാണ്ട് 89 കമ്പനികൾ മാർക്കറ്റിലുണ്ടായിരുന്നു. എന്നിട്ടും സെക്വയ്ക്ക് ജെൻസൺ ഹുവാങ്ങിലെ വിശ്വാസത്തിന്മേലായിരുന്നു ആദ്യ 2 മില്യണും പിന്നീട് 18 മില്യണും ഇൻവെസ്റ്റ് ചെയ്യുവാൻ വഴിവെച്ചത്. ആ 89ൽ ഇന്ന് ആകെ എൻവിഡിയയും AMD മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യ ഫണ്ടിങ് കിട്ടി 2 വർഷത്തിനകം തന്നെ NV1 എന്ന ചിപ്പുമായി എൻവിഡിയ ഗെയിമിംഗ് രംഗത്തെത്തി. സെഗയുടെ സാറ്റേൺ കൺസോളിനുള്ള ചിപ്പുമായിട്ടായിരുന്നു രംഗപ്രവേശം. അന്ന് മാർക്കറ്റിലെ ട്രയാങ്കിൾ ബേസ്ഡ് ഇമേജ് റെൻഡറിങ്സ് ആർക്കിടെക്ചർ ഉപയോഗിച്ചിരുന്നപ്പോൾ വർക്ക് ലോഡ് കുറയ്ക്കാനും ബെറ്റർ സർക്കിളിങ്ങിനും ഉതകുമെന്ന കണക്കുകൂട്ടലുമായി എൻവിഡിയ ക്വാഡ്രാങ്കിൾ ബേസ്ഡ് ആർക്കിടെക്ചർ ആയിട്ടായിരുന്നു NV1 വന്നിരുന്നത്. ഇതിൽ സെഗയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. ഈ സമയത്താണ് മൈക്രോസോഫ്റ്റ് ഡയറക്റ്റ് 3D ആയി വരുന്നത്. ട്രഡീഷണൽ ട്രയാങ്കിൾ ആർക്കിടെക്ചർ റെൻഡർ ചെയ്യുവാൻ മാത്രമേ ഡയറക്റ്റ് കഴിവുണ്ടായിരുന്നുള്ളൂ. ഓവർ പ്രൈസും ക്യാപ്പബിലിറ്റി ഇല്ലായ്മയും NV1 ഒരു പരാജയമായി മാറാൻ കാരണമായി. കസ്റ്റമർ പാർട്ട്ണറായിരുന്ന ഡയമണ്ട് മൾട്ടിമീഡിയ 2,50,000 യൂണിറ്റ് NV1 ചിപ്പുകളാണ് വിൽപ്പനയില്ലാത്തത് കാരണം തിരിച്ചയച്ചത്. ഇത് കാരണം 40ഓളം എംപ്ലോയീസിനെ പിരിച്ചുവിടാനും എൻവിഡിയ നിർബന്ധിതരായി. 10 മില്യണോളം ലോസ് അന്നുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിൽക്കവേ ജെൻസൺ ഹുവാങ് സെഗയെ അപ്രോച്ച് ചെയ്യുന്നു. തങ്ങളെ നിലവിലുള്ള കോൺട്രാക്റ്റിൽ നിന്നും റിലീസ് ചെയ്യണമെന്നും ഫുൾ പേയ്മെൻറ്റ് നൽകണമെന്നുമായിരുന്നു ഹുവാങ്ങിൻ്റെ അഭ്യർത്ഥന. സെഗ അതിന് വഴങ്ങുകയും ഫുൾ പേയ്മെൻറ്റോടെ തന്നെ എൻവിഡിയ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരുപക്ഷെ സെഗ അന്ന് അങ്ങനെ ഒരു സഹായം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് എൻവിഡിയ എന്ന കമ്പനി കാണില്ലായിരുന്നു. മാർക്കറ്റിലേറ്റ പാഠങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു എൻവിഡിയയുടെ തിരിച്ചുവരവ്.
PC മാർക്കറ്റിലോട്ടായിരുന്നു എൻവിഡിയയുടെ ഇത്തവണത്തെ വരവ്. PC-യിൽ നേരിട്ട് ഘടിപ്പിക്കാവുന്ന GeForce 256 എന്ന GPU ആയിരുന്നു ഇത്തവണത്തെ പ്രോഡക്റ്റ്. അതൊരു മാസി ഹിറ്റായി മാറുകയായിരുന്നു. ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമബിൾ ഗ്രാഫിക്സ് കാർഡായിരുന്നു GeForce. പിന്നീട് അങ്ങോട്ട് എൻവിഡിയയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2000-ൽ എൻവിഡിയ മൈക്രോസോഫ്റ്റിന് എക്സ്ബോക്സിന് ആവശ്യമായ NV2A എന്ന ചിപ്പ് നിർമ്മിച്ച് നൽകുവാനായി 200 മില്യൻ്റെ അഡ്വാൻസായി ലഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് സോണിയുടെ പ്ലേസ്റ്റേഷനും ആപ്പിൾ, HP, ഡെൽ എന്നിവയ്ക്കും GPUs നൽകുവാൻ എൻവിഡിയ തുടങ്ങി. എൻവിഡിയയുടെ ഗോൾഡൻ ഏജിൻ്റെ തുടക്കം 2006-ൽ അവർ തുടങ്ങിവെച്ച CUDA എന്ന ഡെവലപ്പർ കിറ്റോട് കൂടിയാണ്. C++, ജാവ പോലുള്ള സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഗെയിം ഡെവലപ്പ് ചെയ്യുവാൻ ഡെവലപ്പേഴ്സിന് കഴിയുവാൻ തുടങ്ങി. അതൊരു വിപ്ലവമായിരുന്നു. ഗെയിമിംഗ് മേഖലയിൽ മാത്രമല്ല, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് GPUs ഇപ്പോൾ മൾട്ടി പ്രോസസ്സിങ്ങിനും ഉപയോഗിക്കാം എന്ന നിലയിലായി. 2008-ൽ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി CUDA ആക്സിലറേറ്റഡ് GPUs ഉപയോഗിച്ച് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നു, സുബാമെ 01. അതൊരു തുടക്കമായിരുന്നു. ആമസോൺ വെബ് സർവീസ്, ഗൂഗിൾ ക്ലൗഡ്, എന്തിന് നെറ്റ്ഫ്ലിക്സ് വരെ അവരുടെ ഡാറ്റാ സെൻറ്റേഴ്സ് എൻവിഡിയ GPU ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ എൻവിഡിയയുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന് കാരണമായി. എങ്കിലും ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായി എൻവിഡിയ മാറുന്നത് AI-യുടെ വരവോട് കൂടിയാണ്. ഇന്ന് നമുക്കെല്ലാം സുപരിചിതമായ ChatGPT എൻവിഡിയ A100 ചിപ്പ് യൂസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. 2022-ൽ ChatGPTയുടെ വരവോടുകൂടി ടെക് ജയൻസ് എല്ലാം AI-യുടെ പാതയിലോട്ട് മാറാൻ പരക്കം പാച്ചിൽ തുടങ്ങി. A100 GPU ചൂടപ്പം പോലെ വിറ്ററിയാനും തുടങ്ങി. ഒരു എൻവിഡിയ A100 ചിപ്പിന് ഏതാണ്ട് $10,000 മൂല്യം. 2024 ആദ്യ ക്വാർട്ടറിൽ തന്നെ $13.5 ബില്യൺ വിറ്റുവരവ്. മെയ് 25, 2023 എൻവിഡിയ ലോകത്ത് തന്നെ $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരുന്ന 6ാമത്തെ കമ്പനിയായി മാറി. ആപ്പിൾ, വിൻഡോസ്, ആമസോൺ, ആൽഫബറ്റ്, ടെസ്ല എന്നിവർക്ക് ശേഷമായിരുന്നു എൻവിഡിയയുടെ എൻട്രി. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം 2024-ൽ ഇവയെല്ലാം പിന്തള്ളി ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായി മാറിയിരിക്കുകയാണ് എൻവിഡിയ. അടുത്തൊന്നും തന്നെ എൻവിഡിയയുടെ ഈ കുതിപ്പ് നിൽക്കാനും പോകുന്നില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം.